നമ്മൾ ഈ ഉഷേൻ്റെ ഈ മെഷീനെ പറ്റിയിട്ട് പരിചയപ്പെടുത്തുക. എംബ്രോയ്ഡറിങ് ചെയ്യുക, ബട്ടൺസ് വെക്കുക, ഹോൾസ് അടിക്കുക, ഇൻ്റർലോക്ക് ചെയ്യുക, ഇങ്ങനെ ഓരോ സംവിധാനമുണ്ട്. ഇത് പക്ഷേ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നൂലോ കാര്യങ്ങളോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ലോക്ക് ഉണ്ടാവും. ഇത് ഇവിടുന്ന് ഇതിങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഈ ലോക്കും കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതെടുക്കാം. എടുത്തതിന് ശേഷം ചെറുക്കിനെ നന്ന വിട്ടിട്ട് ആ നൂലും ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ട് അങ്ങ് എടുത്ത് തേക്കില്ല. വേറെ ഇങ്ങനെ അങ്ങനെയൊക്കെ കൂടുതലായിട്ടൊന്നും സംഭവിക്കാനൊന്നുമില്ല. അതിന് ശേഷം ഈ ഭാഗം വരുന്നിടത്ത് ഇതാവാൻ വെച്ചിട്ട് ഇതാണ് ഇട്ടുകൊള്ളുക. ഈ ഗ്യാപ്പ് ഇത് ഇവിടെ ചെറിയ നെട്ടുണ്ട്, അത് ഇതിന് കണക്കായിട്ട് ഈ ഗ്യാപ്പിലേക്ക് വന്നിട്ട് ഈ ഇട്ടതിന് ശേഷം ഈ ക്ലിപ്പ് അതേപോലെ തന്നെ ഈ ക്ലിപ്പും ഒന്ന് അങ്ങ് പ്രസ്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് റെഡിയായി. പിന്നെ എപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ ഇത് കേസ് ഇടുന്ന സമയത്ത് അത് ഞാൻ കാണിച്ചു തരാം. കേസ് ഇടുമ്പോൾ ഈ ഇടത് ഭാഗം ക്ലിപ്പ് ശരിക്കും പ്രസ്സാക്കിയതിന് ശേഷം ഈ ഗ്യാപ്പിൽ ഇതിൽ വേണം. ഈ ഗ്യാപ്പിൽ ശരിക്കും അല്ലെങ്കിൽ സൂചി അടിച്ചിട്ട് പൊട്ടിപ്പോകും, മെഷീന് കംപ്ലൈൻറ്റ് ആയിരിക്കും. കറക്റ്റായിട്ട് ഈ പൊസിഷനിൽ എടുത്തിട്ട് ഈ പ്രസ്സിങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി നൂല് ചുറ്റേണ്ട വിധം ഞാൻ പറഞ്ഞു തരുന്നതിന് ഇതിപ്പോൾ നമ്മൾ കാലി ബോവിനാണല്ലേ, ബോവിന് ഇതിൻ്റെ ഇവിടത്തേക്ക് ഇടുക. ഇത് നമ്മൾ ഇത് കിടന്നാൽ ഇത് ഇങ്ങോട്ടും അപ്പുറമായിട്ടാണ്, ഈ രണ്ട് ലേശം ഇങ്ങോട്ട് നീക്കാണ്. അപ്പോൾ നൂലിതാ ഇതിൻ്റെ മേലെ വെച്ചിട്ട് സൗകര്യമുള്ള നൂല് വെച്ചാൽ ഇതിനോട് 2 ചൊറ കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കൊടുക്കുക, അല്ലെങ്കിൽ നൂലൊരു ഭാഗത്ത് മാത്രമായിട്ട് വരും. ശരിക്കും കൈ കൊണ്ട് അപ്പുറം ഇപ്പുറം ആക്കിയിട്ട് കുറച്ച് ടൈറ്റിൽ നമ്മൾ നൂല് ചെയ്തിട്ട് ഫുൾ ബോയിന് ചുറ്റും. ഫുള്ള് ചുറ്റിയാൽ 3/4 ഭാഗത്തോളം ചുറ്റിയാണ്. അതിനുശേഷം ഇതിങ്ങോട്ട് പ്രസ്സാക്കുക. ബോബിനെ കരുത്തല ഈ കേസിലിടുമ്പോൾ ഈ നൂല് എപ്പോൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇതിലിട്ടെടുത്തിട്ട് ഈ നൂല് വലിച്ചിടാം. ഈ ഗ്യാപ്പ് എടുക്കുക, ഇത് ഓപ്പൺ ആക്കുക. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അത് ഓപ്പൺ ആക്കുക, ഇത് ഇട്ട് കൊടുക്കുക. ഇതധികം കൂടുതൽ നൂല് വെക്കേണ്ട ആവശ്യമില്ല, ഇത്രയും വേണ്ട ആവശ്യമില്ല. അങ്ങ് പ്രസ് ചെയ്താൽ ഇനി നൂലിടുന്ന ഞാനിങ്ങനെ കാണിച്ചു തരണം. ഈ ഇതിൽ ഒരു ഇതുണ്ട്, ക്ലിപ്പുണ്ട്, അതിൽ തന്നെ എടുത്തിട്ട് ഇതിൽ പോയി അതിന് ശേഷം ഇവിടെ ഒരു പിന്നുണ്ട്, ഇവിടെയുള്ളൊരു പിന്ന്. അതിന് ശേഷം ഇവിടെ ഒരു ക്ലിപ്പുണ്ട്. പിന്നെ അതിന് നൂല് കോക്കേണ്ടതാണ് നമ്മൾ. ഇത് അതിൻ്റെ ചെറിയൊരു പിന്നിലേക്ക് വിട്ടതിന് ശേഷം ഇത് നൂലങ്ങോട്ട് വലിച്ചു. അപ്പോൾ നൂല് കോക്കുകയാണ് നമുക്ക് സുഖമാണ്. ചെറുങ്ങനെ സൂചി ഒന്ന് താഴോട്ട് പ്രസ്സാക്കിയിട്ട് ഈ അടിയിലുള്ള നൂല് നമ്മളങ്ങ് എടുത്തില്ല, പൊന്തിച്ചിട്ട് നമുക്ക് ഓരോ സ്റ്റിച്ചും ഇതിനെ മുകളിൽ സാധാരണ സ്റ്റിച്ച് വേണ്ടി ചെയ്യാം. ഇതിലേക്ക്
നമ്മളിപ്പോൾ ഡിസൈൻ ഇതിൻ്റെ ഇപ്പോൾ സീൽ ഇല്ലല്ലേ, ഇത് സാധാരണ സ്റ്റിച്ചാണ് ഇതിനോടൊപ്പം പോകുന്നത്. നമുക്ക് തയ്യൽ വണ്ടികൾ ബ്ലൗസോ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനോട് ചെയ്യാം. ഇത് ലോങ് ആക്കുകയും ചെയ്യാം, ഇതിനോട് കൂട്ടുകയും ചെയ്യാം. ഇത് ലോങ് ആക്കുകയും ചെയ്യാം, ഇതിനോട് സ്റ്റിച്ച് വേണ്ടി കൂട്ടുകയും ചെയ്യാം, സ്റ്റിച്ചാക്കാം. വലിപ്പത്തിനുള്ള ഇതാക്കിയിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. ഒരു 2-2 കഴിഞ്ഞാൽ കൂട്ടാം. ഇനി നമ്മൾ ഡിസൈൻ മാറ്റുന്ന എപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സൂചി എപ്പോൾ മേലെ ഡിസൈൻ മാറ്റുന്ന സമയത്ത് സൂചി താഴ്ത്താൻ പാടില്ല. സൂചി അപ്പോൾ കൂട്ടിക്കോളും. മേലെ മാത്രം വെച്ചതിന് ശേഷം ഡിസൈൻ ഇതാക്കാവും. എടുത്ത് സാധാ സ്റ്റിച്ച് കഴിഞ്ഞ് ഇനി നമ്മളെടുത്ത് എന്ന് ബിയിലേക്ക് ഇട്ട് ബിയിൽ ഇതാ ഈ ഡിസൈൻ നമുക്ക് വരിക. അടുത്ത് സീയിലേക്കാണ് നമ്മൾ സീല് നമ്മളാ ഡിസൈൻ ഈ ഡിസൈനാണ് സീലിൻ്റെ ഡിസൈനാണ് നമ്മൾ പോകുന്നത്. സൂചി പൊന്നിച്ചതിന് ശേഷം അപ്പോൾ ഇനി സീലുള്ളൊരു ഡിയിലേക്ക് നമ്മൾ മാറ്റുക. ഡി ഈ ഡിസൈനാണ് ഉണ്ടാകുക. ഡിയിലാക്കി കഴിഞ്ഞാൽ ഇതെപ്പോൾ ഇതിൻ്റെ ഈയിലേക്കാണ് നമ്മളിനി ഇതാക്കണം. ഈ ഡിസൈൻ വരും. ഈയിൽ ഇതാ ഈ ഡിസൈൻ ഉണ്ടാവും. സൂചി എപ്പോൾ മേലെ വെച്ചോളണം, അല്ലെങ്കിൽ സൂചി പൊട്ടിപ്പോവും. ഇതിൽ ഈയിലല്ലേ എഫിലേക്ക് നമ്മൾ പോവുകയാണ്. എഫിലേക്ക് ഈ ഡിസൈൻ ജിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ജി ഇതാ ഈ ഡിസൈനാണ് ഉണ്ടാകുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ഡിസൈൻ ഇപ്പം ചെയ്തിട്ടുണ്ട്. ഇതിൽ 1 2 3 4 5 6 ഡിസൈൻ നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ താഴത്തെ തട്ടിലേക്കുള്ള ഈ ഡിസൈനാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ബ്ലൂവിലുള്ള ഡിസൈൻ ഈ കുത്തിന് കണക്കായിട്ട് കാണും.
അത് കട്ടി കൂടും. ഇത് വേറെ ഡിസൈൻ സീല്ല. ഇതിപ്പം ബിയിലേക്കാട്ടില്ല. അത് വേറൊരു ഡിസൈൻ. ബില്ല സീല ഏ ഡി. ഇത് വേറെ ഡിസൈനാണ്. അങ്ങനെ ഒരുപാട് ഡിസൈൻ നമുക്ക് ഇതിനോട് ചെയ്യാൻ പറ്റും. ഇതിനെപ്പറ്റി